Hi and welcome to the new video. In this video, I'll be discussing about some numerical examples related to the topic string efficiency. Okay, string efficiency നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രിങ് എഫിഷ്യൻസി നമ്മളൊരു സ്ട്രിങ് ഓഫ് ഇൻസുലേറ്റേഴ്സ് അതിൻ്റെ താഴെയായിട്ട് ഒരു കണ്ടക്ടർ ഹാങ് ചെയ്ത് വരുമ്പോൾ ഉള്ള ഇഷ്യൂ ആണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇക്വാലൻറ്റ് സർക്യൂട്ട് എന്നുള്ള രീതിയിൽ നമ്മളിപ്പോൾ ഒരു 3 ഡിസ്കിൻ്റെ കേസ് ആണെങ്കിൽ വരച്ചിട്ടുള്ളതാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് സി എന്ന് പറഞ്ഞ കപ്പാസിറ്റൻസ് ഉണ്ടായിരിക്കും. അതിനെ സെൽഫ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ മ്യൂച്വൽ കപ്പാസിറ്റൻസ് ആണ് നമ്മൾ പറയുന്നത് ബിറ്റ്വീൻ ലിങ്കുകളുടെ ഇടയിൽ. അതായത് ഇവിടെ ശരിക്കും ഉണ്ടാവുക നമ്മുടെ പോർസിലൻ ഡിസ്ക് ആണ്. അപ്പോൾ ആ ഡിസ്ക് മെറ്റാലിക് ലിങ്കിൻ്റെ ഇടയിൽ നിൽക്കുന്നത് കാരണം ഉണ്ടാകുന്ന കപ്പാസിറ്റൻസ് സി, ക്യാപിറ്റൽ സി. അതിനെ സെൽഫ് ഓർ മ്യൂച്വൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നു. അതേപോലെ നമ്മളുടെ മെറ്റാലിക് സ്ട്രക്ചറുമായിട്ട് ഉണ്ടാവുന്ന, അതായത് ടവറുമായിട്ട് ഉണ്ടാവുന്ന കപ്പാസിറ്റൻസിനെ C1 എന്നാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ടാവുക ഇത് C1 എന്നുള്ള രീതിയിലാണ്. അതിനെ നമ്മൾ പറയുന്നത് ഷണ്ട് കപ്പാസിറ്റൻസ് ആണ്. ഓക്കെ, സോ ഇവിടെ ഒക്കെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള ഈ C1 ഈക്വൽ ടു KC എന്നുള്ള രീതിയിലിട്ടുണ്ട്. അതായത് ഇത് നമ്മൾ ചെയ്യുന്നതിന് കുറച്ച് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ ഇതിൽ ആദ്യം. സോ ഈ C1ഉം സിയും തമ്മിലൊരു റിലേഷൻ ഉള്ള പോലെയാണ് നമ്മൾ എടുക്കുന്നത്. അതായത് C1 ഈസ് ഈക്വൽ ടു K ടൈംസ് C. ഓക്കെ, അല്ലെങ്കിൽ K ഈസ് ഈക്വൽ ടു C1 ബൈ C. K ഈസ് ഈക്വൽ ടു C1 ബൈ C. അതായത് ഷണ്ട് കപ്പാസിറ്റൻസ് ബൈ സെൽഫ് കപ്പാസിറ്റൻസ് എന്നുള്ള രീതിയിൽ K എടുത്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഷണ്ട് കപ്പാസിറ്റൻസ് ഡിവൈഡഡ് ബൈ സെൽഫ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ മ്യൂച്വൽ കപ്പാസിറ്റൻസ്. ഇപ്പം ഇത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ പ്രോബ്ലത്തിൽ ഉപയോഗിക്കുന്ന ഒരു റെപ്രസെൻറ്റേഷൻ ആണ്. അതായത് C1 എന്ന് പറഞ്ഞാൽ K ടൈംസ് C. അത് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് K ആയിട്ട് ഉപയോഗിക്കാം വേണമെങ്കിൽ, അല്ലെങ്കിൽ ഡയറക്റ്റ് ആ വാല്യൂ അവിടെ ഇട്ടിട്ട് ചെയ്യാം. K ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഏറ്റവും അവസാനം നമ്മൾ Kയുടെ വാല്യൂ കൊടുത്താൽ മതി. ഈ റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അത് അതിൽ ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ വോൾട്ടേജ് അക്രോസ് ദ സ്ട്രിങ് ആണ്. വോൾട്ടേജ് അക്രോസ് ദ സ്ട്രിങ് ഈസ് ഈക്വൽ ടു ദ ഫേസ് വോൾട്ടേജ്. ഓക്കെ, സോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വോൾട്ടേജ് അക്രോസ് ദ സ്ട്രിങ് ഈസ് ദ ഫേസ് വോൾട്ടേജ്. നമുക്ക് ക്വസ്റ്റ്യനിൽ അതിന് തന്നിട്ടുണ്ടാവുക എന്തായിരിക്കും? ലൈൻ വോൾട്ടേജ് ആയിരിക്കും. സോ ലൈൻ വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യണം? ഫേസ് വോൾട്ടേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? V ഡിവൈഡഡ് ബൈ √3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എന്തായിട്ട് മാറും? ലൈൻ വോൾട്ടേജ് ആയിട്ട് കിട്ടും. ആ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ മാക്സിമം പ്രോബ്ലം ചെയ്ത് വരുമ്പോൾ എന്തായാലും നമുക്ക് കിട്ടുക ഓരോ ചിലപ്പോൾ വോൾട്ടേജ് ഡിവിഷനൊക്കെ ചോദിക്കും അല്ലോ. അപ്പോൾ അതിൽ മാക്സിമം വോൾട്ടേജ് എവിടെയാണ് കിട്ടുക? മാക്സിമം വോൾട്ടേജ് നമുക്ക് ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മാക്സിമം വോൾട്ടേജ് ഒക്കേഴ്സ് അക്രോസ് സ്ട്രിങ് നിയറസ്റ്റ് ടു ദ കണ്ടക്ടർ അല്ലേ? അക്രോസ് ദ ഡിസ്ക്, സ്ട്രിങ് അല്ല ഡിസ്ക്, നിയറസ്റ്റ് ടു ദ കണ്ടക്ടർ. അതായത് ഇപ്പോൾ ഈ കേസിൽ 3 കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഇത് ഒരു ഡിസ്കിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഒരു ഈ പോയിന്റ് ഈ V3 എന്നുള്ളതായിരിക്കും ഇവിടുത്തെ മാക്സിമം വോൾട്ടേജ് വരിക. അപ്പോൾ ശരിക്കും ആക്ച്വൽ കേസിൽ നമുക്ക് ഈ V എന്ന് പറയുന്നത് V1 V2 V3 എന്നുള്ള നമുക്ക് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് പോകണമായിരുന്നു. അപ്പോൾ അങ്ങനെ ആയിരുന്നെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് അങ്ങനെ പോകുന്നില്ല. അതിനുള്ള കാരണം ഈ ഷണ്ട് കപ്പാസിറ്റൻസും ഈ കപ്പാസിറ്റൻസും വന്ന ഇത് മാത്രമാണ്, സികൾ മാത്രം ഉണ്ടായിരുന്നില്ലെങ്കിൽ കറണ്ട് I മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കറക്റ്റ് ഡിവിഷൻ വന്നത്. പക്ഷെ ഇവിടെ നമുക്ക് എന്തൊക്കെ വന്നു? C1ഉം C1 പാരലലായിട്ട് കുറച്ച് വന്നു. അപ്പോൾ അതിൻ്റെ ഇഷ്യൂ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിലത്തെ ഓരോ കറണ്ടുകൾ നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഏതൊക്കെ ഉപയോഗിക്കുന്ന ടേംസ് ഞാൻ പറയുന്നത് മാത്രമേ ഉള്ളൂ. അതായത് വേർട്ടിക്കലായിട്ട് നമ്മൾ കാണിച്ചിട്ടുള്ള ഈ കറൻസിനെ, അത് നമ്മളുടെ സെൽഫ് കപ്പാസിറ്റൻസ് ഉള്ള കറണ്ട് ക്യാപിറ്റൽ I1, ക്യാപിറ്റൽ I2, ക്യാപിറ്റൽ I3 എന്ന രീതിയിലാണ്. ഷണ്ട് എലമെന്റിലേക്കുള്ള കറണ്ടിനെ സ്മോൾ ലെറ്റർ I1, സ്മോൾ ലെറ്റർ I2, സ്മോൾ ലെറ്റർ I3 എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ എന്താ അപ്ലൈ ചെയ്യാന്നുള്ളതാ? KCL ആണ് യൂസ് ചെയ്യുന്നത്. കിർച്ചോഫ് കറണ്ട് ലോ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. KCL അറ്റ് ഡിഫറെൻറ്റ് നോഡ്സ്, അതായത് ജംഗ്ഷൻസ് അറ്റ് A and B. അതാണ് ഇവിടുത്തെ ഇതിൽ നമുക്ക് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇവിടുത്തെ ജസ്റ്റ് KCL അപ്ലൈ ചെയ്യാം.
പിന്നെ ഇതിലൊരു കാര്യം ആവശ്യം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ ആണ്. ഓക്കെ, വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ അല്ല, കറണ്ട് ത്രൂ കപ്പാസിറ്റർ. ഐ സി ഈക്വൽ ടു, അത് നമുക്കറിയണം, ഐ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താ, വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കപ്പാസിറ്റി റിയാക്റ്റൻസ് ആണ്. അത് ചെയ്തു വരുമ്പോൾ വി ഡിവൈഡഡ് ബൈ 1 ഒമേഗ സി എന്നാണ് വരിക. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, വി ഒമേഗ സി എന്നുള്ള രീതിയിൽ എഴുതാം. ഇതാണ് ഇതിൽ ഉപയോഗിക്കുന്ന റിലേഷൻ. ഐ സി ഈക്വൽ ടു കപ്പാസിറ്റർ കൂടുള്ള കറണ്ട് ഈസ് ഈക്വൽ ടു അതിൻ്റെ അക്രോസിലെ വോൾട്ടേജിൻ്റെ ഒമേഗ സി. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത്, ഇത് ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് കഴിഞ്ഞ ഇതിൽ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്ന സമയത്ത്, നമുക്ക് ഈ സെൽഫ് കപ്പാസിറ്റൻസിൻ്റെ കൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എടുക്കുമ്പോൾ വോൾട്ടേജ് അതിൻ്റെ അക്രോസിലെ വോൾട്ടേജ് മാത്രം എടുത്താൽ മതി. ഇപ്പോൾ I1 ക്യാപിറ്റൽ I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1 ഒമേഗ സി ആണ് വരിക. അതുപോലെ V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2 ഒമേഗ സി എന്ന് വരും. I3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V3 ഒമേഗ സി എന്നുള്ള രീതിയിൽ വരും. പക്ഷേ ഈ ഷണ്ട് കപ്പാസിറ്റൻസിൽ കൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ I1 വരുമ്പോൾ അതിൻ്റെ അക്രോസ് വരുന്ന വോൾട്ടേജ് നോക്കണം. അപ്പോൾ ഫസ്റ്റത്തെ എലമെന്റിൽ കുഴപ്പമില്ല, I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് V1 തന്നെ വരാൻ പോകുന്നത്. V1 ഒമേഗ C1 ആണ് വരിക. ഓക്കെ, C1 വരെ നമുക്ക് KC കൊടുക്കാം, അഥവാ കൊടുക്കാം. പിന്നെ ഇത് എടുക്കുമ്പോൾ I2 എടുക്കുമ്പോൾ ഇവിടേക്കുള്ള മൊത്തം വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് അക്രോസുള്ള വോൾട്ടേജ് ആണ് V1 പ്ലസ് V2. സോ V1 പ്ലസ് V2 ഒമേഗ C1 ആ രീതിക്ക് എടുക്കണം. അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്നത്. നമുക്ക് ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഈസ്, ഇൻ എ 33 kV overhead line there are 3 units in the string of insulators. The capacitance between each insulator pin and earth is 11% of the self capacitance of each insulator. Find the distribution voltage over 3 insulators and string efficiency. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് ലൈൻ വോൾട്ടേജ് ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, സോ തന്നിട്ടുള്ള ഡാറ്റ ആയി തന്നെ എഴുതാൻ നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് വി ലൈൻ ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്, 33 kV ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ആദ്യം തന്നെ വോൾട്ടേജ് അക്രോസ് സ്ട്രിങ് ആയിട്ട് മാറ്റണം. സോ അതെന്തായിട്ടാണ് നമ്മൾ എടുക്കുക, വോൾട്ടേജ് അക്രോസ് സ്ട്രിങ് നമ്മൾ ഫേസ് വോൾട്ടേജ് ആണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 33 ഡിവൈഡഡ് ബൈ √3, അത്രയും kV ആണ് വരിക. ദാറ്റ് ഈസ് 19.05 kV. ഓക്കെ, ഇതാദ്യം തന്നെ നമുക്ക് ചെയ്തു വെക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ക്വസ്റ്റ്യൻ നോക്കുക, ഇഫ് ദ കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ ഈച്ച് ഇൻസുലേറ്റർ പിൻ ആൻഡ് എർത്ത്. ഇൻസുലേറ്റർ പിൻ ആൻഡ് എർത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷണ്ട് കപ്പാസിറ്റൻസ് ആണ്. അതായത് C1 ഈസ് ഈക്വൽ ടു എന്ന് തന്നിട്ടുണ്ട് 11% ഓഫ് സെൽഫ് കപ്പാസിറ്റൻസ്. അതായത് 0.11% എന്ന് പറഞ്ഞാൽ 0.11 ഓഫ് സി എന്നാണ് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നമുക്കിവിടെ പറയാം എന്താ, കെ ആണ് തന്നിട്ടുള്ളത്. കെ ഈക്വൽ ടു 0.11 എന്നുള്ള രീതിയിൽ തന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് ഇവിടെ വരച്ച് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ C1 എന്നുള്ളതിന് പകരം C1 ആയിട്ട് ഉപയോഗിക്കാം, KC ആയിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 0.11 ഇൻറ്റു സി എന്നുള്ള രീതിയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആദ്യം തന്നെ പോകാം. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മളുടെ എളുപ്പത്തിനനുസരിച്ച്. ഇപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വോൾട്ടേജ് ഓവർ 3 ഇൻസുലേറ്റേഴ്സ് ആണ്. വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ കിട്ടണമെങ്കിൽ നമുക്ക് എന്താ, കറണ്ടുകൾ അറിഞ്ഞു കഴിഞ്ഞാലാണ് ആ ഒരു കാര്യം കിട്ടും. V1 V2 V3 എന്താണെന്നാണ് ചോദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ചെയ്യേണ്ടി വരിക നമുക്ക് KCL അപ്ലൈ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഇക്വലന്റ് സർക്യൂട്ട് കൂടി ഞാൻ കാണിക്കുന്നു. ഇവിടെ നമ്മൾ ഓരോ പോയിന്റിലും എന്ത് അപ്ലൈ ചെയ്യേണ്ടി വരും, KCL. അതായത് എയിലും ബിയിലും KCL അപ്ലൈ ചെയ്യുക എന്നത് മാത്രമേ ഇവിടെ ചെയ്യാനുള്ളൂ. സോ അറ്റ് ജംഗ്ഷൻ KCL at ജംഗ്ഷൻ എ. ഫസ്റ്റ് നമ്മൾ ജംഗ്ഷൻ എയിൽ KCL, സം ഓഫ് ഇൻകമിങ് കറണ്ട് ഈക്വൽ ടു സം ഓഫ് ഔട്ട് ഗോയിങ് കറണ്ട്. അപ്പോൾ അവിടത്തേക്കുള്ള ഇൻകമിങ് കറണ്ട് എന്ന് പറയുന്നത് ആകുറൊറ്റ കറണ്ടേ ഉള്ളൂ, I2. ഔട്ട് ഗോയിങ് I1, സ്മോൾ ലെറ്റർ I1, ക്യാപിറ്റൽ ലെറ്റർ I1. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. സോ ദാറ്റ് ഈസ് I2 ഈസ് ഈക്വൽ ടു I1 പ്ലസ് I1. അപ്പോൾ ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ I2 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ്. ക്യാപിറ്റൽ കറണ്ടുകൾക്ക് ജസ്റ്റ് അതിൻ്റെ അക്രോസുള്ള വോൾട്ടേജ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ V2 ഒമേഗ സി, മറ്റേത് വരുമ്പോൾ V1 ഒമേഗ സി പ്ലസ് ആദ്യത്തെ കേസിൽ സെയിം തന്നെയാണ് V1 ഒമേഗ C1 എന്നാണ് വരിക. ആ C1ന് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു, K ഇൻറ്റു സി എന്ന് കൊടുക്കുന്നു. ഓക്കെ,
അത് ജസ്റ്റ് ഡയറക്റ്റ് ഇവിടെ കേസ് എന്നിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ കുഴപ്പമില്ല. അപ്പോൾ അത് ഡയറക്റ്റ് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഒമേഗ സി ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതും? V2 ഈക്വൽ ടു V1 പ്ലസ് K V1 വരും അല്ലേ? അതിൽ കെയുടെ വാല്യൂ 0.11 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 1.11 V1. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ റിലേഷൻ, V2 ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് V1. അപ്പോൾ അത് അറ്റ് ജംഗ്ഷൻ 1. അതേപോലെ നമ്മൾ അടുത്ത ജംഗ്ഷനിലേക്ക് വരിക, KCL അറ്റ് ജംഗ്ഷൻ B. അപ്പോൾ അതും ജസ്റ്റ് ഇതേപോലെ തന്നെ സം ഓഫ് കറണ്ട് എൻട്രിങ് ഈക്വൽ സം ഓഫ് കറണ്ട് ലീവിങ്. അപ്പോൾ അവിടെ വരുമ്പോൾ എന്ത് വരും? I3 ഈസ് ഈക്വൽ ടു ലീവിങ് കറണ്ടുകൾ I2ഉം പ്ലസ് സ്മോൾ ലെറ്റർ I2 ആണ്. അപ്പോൾ അത് കാണിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഞാൻ കാണിക്കാത്തത്. സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് വരും. പിന്നെ ഇവിടെ നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് V3 ഒമേഗ സി വരും. ക്യാപിറ്റൽ ആകുമ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. മറ്റേത് V2 ഒമേഗ സി വരും. പ്ലസ് സ്മോൾ ലെറ്റർ I2 വരുമ്പോൾ ടോട്ടൽ അതിന് അക്രോസ് ഉള്ള, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഇതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് നോക്കണം. അപ്പോൾ V1 പ്ലസ് V2 എന്നുള്ള മൊത്തം വോൾട്ടേജ് അവിടെ വരണം. സോ എന്ത് വരും? V1 പ്ലസ് V2 ഒമേഗ സി 1 ആണ്. ആ C1 പകരം നമുക്ക് എന്ത് കൊടുക്കാം? KC എന്ന് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് വരിക. ഇതിൽ നമുക്ക് വീണ്ടും എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ V2 എന്നുള്ളതിന് പകരം V1 1.11 V1 എന്ന് കൊടുക്കാം. അപ്പോൾ അതും കൂടി അതിലോട്ട് കൊടുക്കാം. അപ്പോൾ പിന്നെ ഈ ഒമേഗ സി നിന്ന് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ഇത് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? അപ്പോൾ അത് ഞാൻ ഓക്കെ, V2 ഒമേഗ സി പ്ലസ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ V1 പ്ലസ് V2 എന്നുള്ളതിനെ മാറി കഴിഞ്ഞാൽ എന്ത് വരും? 1.11 അതായത് നമ്മൾ കൊടുക്കണം. അപ്പോൾ എന്ത് വരും? നമുക്ക് 2.11 V1 എന്നുള്ള വരും അതിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഒമേഗ KC. അപ്പോൾ ഇതിൽ നിന്ന് V3 ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ ഓർ V3 ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? V3 ഈക്വൽ ടു ഇവിടെ ഈ Kക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 0.11 കൊടുക്കട്ടോ. 0.11 C. So V3 will be 1.342 V1. അപ്പോൾ V3ക്കും ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇനീഷ്യൽ സ്റ്റെപ്പ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടുള്ളത് വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷനാണ് ചോദിച്ചിട്ടുള്ളത് അക്രോസ് എന്താ പറയുക ഓരോ ഇൻസുലേറ്റേഴ്സും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. ടോട്ടൽ വോൾട്ടേജ്, ദ വോൾട്ടേജ് അക്രോസ് ദ ഹോൾ സ്ട്രിങ്, വോൾട്ടേജ് അക്രോസ് ഹോൾ സ്ട്രിങ്, അതിനാണ് നമ്മൾ ആ മൊത്തം ഫേസ് വോൾട്ടേജ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് ക്യാപിറ്റൽ V എന്നാണല്ലോ എഴുതിയിട്ടുള്ളത്, വിച്ച് ഈസ് ക്യാപിറ്റൽ V. V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? എല്ലാറ്റിൻ്റെയും സമ്മ് വരണം. V1 പ്ലസ് V2 പ്ലസ് V3 വരണം. അപ്പോൾ അത് ജസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, മേരെ കിട്ടിയ റിലേഷൻസ്. അപ്പോൾ അത് ഞാൻ എഴുതുന്നില്ല. അത് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് 3.452 V1 എന്ന് പറഞ്ഞു വരും. ഇത് നമുക്ക് അറിയാം എത്രയാണെന്ന്, 19.05 kV എന്നുള്ളത് ഓൾറെഡി അറിയുന്നതാണ് അല്ലേ? അപ്പോൾ therefore നമുക്ക് എന്ത് കിട്ടും? V1 ഈസ് ഈക്വൽ ടു, അതായത് ടോപ്പ് യൂണിറ്റിന് അക്രോസുള്ള വോൾട്ടേജ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 5.52 kV എന്ന് പറഞ്ഞിട്ടും. V1 കിട്ടി കഴിഞ്ഞാൽ ബാക്കിയിൽ കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. V2 ഈസ് ഈക്വൽ ടു എന്താ? 1.11 V1 ആണ്. ഇപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6.13 kV എന്ന് പറഞ്ഞിട്ട് കിട്ടും. V1 കിട്ടി, V2 കിട്ടി. അതേപോലെ V3ക്കും ജസ്റ്റ് ഈക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. V3 എന്താ കിട്ടിയിട്ടില്ല? 1.342 V1. So we'll substitute and we'll obtain it as 7.4 kV. ഇതാണ് നമ്മുടെ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ. ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതിൽ ചോദിച്ചിട്ടുള്ളത് എന്താ? സ്ട്രിങ് എഫിഷ്യൻസി ആണ്. സോ സ്ട്രിങ് എഫിഷ്യൻസി ഞാൻ ജസ്റ്റ് ഇക്വേഷൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. സോ സ്ട്രിങ് എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതാണ് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ. സ്ട്രിങ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു എന്താ? വോൾട്ടേജ് അക്രോസ് സ്ട്രിങ്, വോൾട്ടേജ് across the string divided by voltage across the string divided by n, അതായത് number of insulators into V3, അതായത് voltage across the lowest string, അതായത് lowest insulator അല്ലെങ്കിൽ insulator nearest to the കണ്ടക്ടർ, അല്ലെങ്കിൽ ഇവിടുത്തെ കേസിൽ വരിക V ഡിവൈഡഡ് ബൈ N ഇൻറ്റു V3
V3 ആ എന്ന് പറയുന്നത് 3 ആണ് 3 ഇൻറ്റു V3 വരും. ഇപ്പോൾ ഇത്ര ആലോചിച്ചാൽ മതി. ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ എത്രയാണോ നമ്പർ ഓഫ് ഡിസ്ക് അത് ഇൻറ്റു ഏറ്റവും താഴത്തെ വോൾട്ടേജ്, ഏറ്റവും ഹയസ്റ്റ് വോൾട്ടേജ് ഡിവിഷൻ. അപ്പോൾ ഈ V3 എന്ന് പറയുന്നത് ഹയസ്റ്റ് ആയിട്ട് കിട്ടണം. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങനെ തന്നെ കിട്ടിയിട്ടില്ല. ടോട്ടൽ വോൾട്ടേജ് എത്രയായിരുന്നു? 19.05 kV ആയിരുന്നു. ഡിവൈഡഡ് ബൈ എന്ത് വരും? 3 ഇൻറ്റു 7.4 kV. ഓക്കെ, 3 ഇൻറ്റു 7.4 വരും. സോ ദിസ് വിൽ ബി ഇൻറ്റു 100%ലേക്ക് മാറ്റുകയാണെങ്കിൽ ഇൻറ്റു 100 കൊണ്ട് ചെയ്യും, ഈക്വൽ ടു 85.8%. ഇപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ജസ്റ്റ് നമ്മൾ ചെയ്തവിടെ എന്താ KCL അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് അവസാനത്തെ എന്ത് കണ്ടുപിടിക്കുന്നു? ഈ എന്താ V1 എന്നുള്ള വോൾട്ടേജ് ആദ്യം കിട്ടും, അതിൽ നിന്ന് V2 V3 കണ്ടുപിടിക്കാം. സ്ട്രിങ് എഫിഷ്യൻസി കാണാൻ നമുക്ക് ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡ് ബൈ നമ്പർ ഇൻറ്റു നമ്പർ ഓഫ് ഡിസ്ക് ഇൻറ്റു ഏറ്റവും താഴത്തെ വോൾട്ടേജ്, അത്ര ചെയ്താൽ മാത്രം മതി. Second question, a three-phase transmission line is being supported by 3 disc insulators. The potentials across top unit, that is one near to the tower, and middle unit are 8 kV and 11 kV respectively. Calculate the ratio of capacitance between pin and earth to the self-capacitance of each unit, the line voltage and string efficiency. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ഒന്ന് ജസ്റ്റ് തിരിച്ച് തന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. 3 ഡിസ്കുകളാണ്. അപ്പോൾ നേരത്തെ അതേ അറേഞ്ച്മെന്റ് തന്നെ വരും. അതിലെ ഏറ്റവും മേലത്തേന് അക്രോസിലുള്ള വോൾട്ടേജ് V1 അക്രോസിലോ V1 തന്നിട്ടുണ്ട്, പിന്നെ ഏതും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. V1 തന്നിട്ടുള്ളതായിട്ട് കാണാം, അതുപോലെ V2 തന്നിട്ടുള്ളതായിട്ട് കാണാം. സോ V1 ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 8 kV എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ V2 ഈസ് ഈക്വൽ ടു 11 kV എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത് ഈ കെയുടെ വാല്യൂ ആണ് ഒന്ന് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കെയുടെ വാല്യൂ കാണാൻ പറഞ്ഞിട്ടുണ്ട്. ദ റേഷ്യോ ഓഫ് കപ്പാസിറ്റൻസ് ബിറ്റ്വീൻ പിൻ ആൻഡ് എർത്ത്, പിന്നെ ലൈൻ വോൾട്ടേജ് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈൻ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് എന്ത് കിട്ടണം? V കിട്ടണം. V കിട്ടിയിട്ട് അതിനെ ഇൻറ്റു √3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലൈൻ വോൾട്ടേജ്. പിന്നെ സ്ട്രിങ് എഫിഷ്യൻസി കിട്ടണമെങ്കിൽ ആദ്യം എന്ത് കിട്ടണം? V3 കിട്ടണം. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അതും സിമ്പിളായിട്ട് നമ്മൾ എന്ത് തന്നെയാണ് ചെയ്യേണ്ടി വരിക? നമ്മുടെ KCL ഉപയോഗിച്ചിട്ട് ചെയ്യാവുന്നത് തന്നെയാണുള്ളൂ. ഓക്കെ, അപ്പോൾ ആദ്യം തന്ന ഡാറ്റ ജസ്റ്റ് ഞാൻ എഴുതിയിരിക്കുന്നു. തന്നിട്ടുള്ളത് ക്വസ്റ്റ്യൻ V1 ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 8 kV തന്നിട്ടുണ്ട്. ആൻഡ് V2 ഈസ് ഈക്വൽ ടു 11 kV. അതാണ് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ഡാറ്റ. ഓക്കെ, പിന്നെ നമ്മൾ ജസ്റ്റ് റേഷ്യോനെ നമ്മൾ K എന്ന് എടുത്തിട്ട് അസ്യൂം ചെയ്തിട്ട് ചെയ്യാം. ലെറ്റ് K ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റേഷ്യോ. K ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഷണ്ട് കപ്പാസിറ്റൻസ് ആൻഡ് സെൽഫ് കപ്പാസിറ്റൻസ്. ഓക്കെ, നമുക്ക് അറിയുന്നതാണ്, എന്നാൽ അത് പറഞ്ഞിട്ട് ചെയ്യുക. ഷണ്ട് കപ്പാസിറ്റൻസ് ഡിവൈഡഡ് ബൈ സെൽഫ് കപ്പാസിറ്റൻസ്. അപ്പോൾ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം. ഇനി ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? KCL അപ്ലൈ ചെയ്യുക. KCL അറ്റ് A. ബാക്കിയെല്ലാം സെയിം അതേപോലെ തന്നെയാണ് റിലേഷൻസ് ഒക്കെ വരിക. KCL അറ്റ് A ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത്? I2 ഈസ് ഈക്വൽ ടു സം ഓഫ് കറണ്ട് എൻട്രിങ് ഈക്വൽ ടു കറണ്ട് ലീവിങ് I1 പ്ലസ് സ്മോൾ ലെറ്റർ I1 വരും. അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ V2 ഒമേഗ C ഈക്വൽ ടു V1 ഒമേഗ C പ്ലസ് എന്താ പറയുക? V1 ഒമേഗ C1 വരും. അതിനെ നമ്മൾ K എന്ന് കൊടുക്കും. സോ V1 ഒമേഗ KC വരും. ഓർ V2 ഈസ് ഈക്വൽ ടു നേരത്തെ നമുക്ക് കിട്ടിയ അതേ റിലേഷൻ തന്നെയാണ്. എന്താ? 1 പ്ലസ് K ഇൻറ്റു V1. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റത്തെ റിലേഷൻ വരിക. അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ when simplifying we will get it as V2 minus V1 divided by എന്ത് വരും? V1 എന്ന് വരും. ജസ്റ്റ് ഇതിൽ നിന്ന് K കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇത് വരിക, അതായത് ശരിക്കും ഇങ്ങനെയാണ് വരിക. ഈക്വൽ ടു V1 പ്ലസ് KV1 ആണല്ലോ. അപ്പോൾ V2 മൈനസ് V1 വരും. അതിനെ ഡിവൈഡ് ബൈ V1 ചെയ്ത് കഴിഞ്ഞാൽ K കിട്ടും. അപ്പോൾ ഇതിൽ എല്ലാം നമുക്കറിയാം, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. എന്താ? 11 മൈനസ് 8 ഡിവൈഡഡ് ബൈ 8 വിച്ച് ഈസ് ഈക്വൽ ടു 0.375. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടി. എന്തിൻ്റെ വാല്യൂ? Kയുടെ വാല്യൂ. ഇപ്പോൾ ജസ്റ്റ് അവിടെ KCL അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? Kയുടെ വാല്യൂ കിട്ടി. അപ്പോൾ അതാണ് ഫസ്റ്റത്തെ ക്വസ്റ്റ്യന് അത്ര മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഇനി അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. അപ്പോൾ വീണ്ടും അതിന് എന്തെന്നെ അപ്ലൈ ചെയ്യേണ്ടി വരിക? KCL ആണ് അടുത്ത നോഡിൽ. എവിടെയാണ്? അറ്റ് B. ഓക്കെ, അപ്പോൾ അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റ് B വരുമ്പോൾ എന്താ? കറണ്ട് എൻട്രിങ് ഈസ് ഈക്വൽ ടു I3 ഈസ് ഈക്വൽ ടു ലീവിങ് കറണ്ടുകൾ I2 പ്ലസ് I2 വരും.
അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V3 omega C equal to V2 omega C plus V1 plus V2 അതിൻ്റെ അക്രോസിലുള്ള ടോട്ടൽ വോൾട്ടേജ് ഇൻറ്റു ഒമേഗ C1 ആണ് വരേണ്ടത്, അതായത് ഒമേഗ KC. ഓക്കെ, ഇതാണ് വരിക. അല്ലെങ്കിൽ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് V3 ഈക്വൽ ടു എന്ത് കിട്ടും? V3 ഈസ് ഈക്വൽ ടു V2 പ്ലസ് V1 പ്ലസ് V2 ഇൻറ്റു K എന്ന് കിട്ടും. ബാക്കിയിൽ ക്യാൻസൽ ആയല്ലോ. ഇത് ജസ്റ്റ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വാല്യൂസ് നമുക്ക് അറിയുന്നതാണ്, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള വാല്യൂ മാത്രമേ എഴുതുന്നുള്ളൂ. 18.12 എന്ന് കിട്ടും. KV 18.12 KV. അതാണ് എന്ത് വരിക? V3 എന്ന് പറഞ്ഞിട്ടുള്ള വോൾട്ടേജ് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഇനി ചോദിച്ചിട്ടുള്ളത് സെക്കൻഡ് ക്വസ്റ്റൻ എന്തായിരുന്നു? ലൈൻ വോൾട്ടേജ് ആണ്. സോ ആദ്യം നമുക്ക് വോൾട്ടേജ് ലൈൻ വോൾട്ടേജ് കിട്ടണമെങ്കിൽ ആദ്യം വോൾട്ടേജ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് എർത്ത് വേണം. ഫസ്റ്റ് നമുക്ക് എന്ത് വേണം? therefore വോൾട്ടേജ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് എർത്ത്, അതിനെ V എന്നാണ് നമ്മൾ വിളിച്ചത്, ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് V1 പ്ലസ് V2 പ്ലസ് V3 വരും. അപ്പോൾ എല്ലാം നമുക്ക് അറിയാം, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് 8 പ്ലസ് 11 പ്ലസ് 18.12. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 37.12 KV. അപ്പോൾ ഇതാണ് എന്ത് വരിക? ഫേസ് വോൾട്ടേജ് വരിക. അപ്പോൾ therefore ലൈൻ വോൾട്ടേജ് ഈക്വൽ ടു എന്ത് വരും? √3 ടൈംസ് voltage is equal to √3 into V is equal to √3 into 37.12 kV, which is equal to 64.28 kV. ഇതാണ് ആൻസർ വരിക. പിന്നെ ഒരു ക്വസ്റ്റൻ കൂടി ചോദിച്ചിട്ടുണ്ട്, എന്താ? നമ്മുടെ സ്ട്രിങ് എഫിഷ്യൻസി. ജസ്റ്റ് സിമ്പിളായിട്ട് എഴുതാവുന്ന കാര്യമുള്ളൂ. സ്ട്രിങ് എഫിഷ്യൻസി ഈക്വൽ ടു എന്താ? V ഡിവൈഡഡ് ബൈ N ഇൻറ്റു ഏറ്റവും താഴത്തെ V3. അതായത് ഇവിടുത്തെ കേസിൽ V ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു V3 വരും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. 37.12 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 18.12 ഇൻറ്റു 100, അത്രയും പെർസെൻറ്റേജ് ആണ് വരിക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. 68.28% കിട്ടും. ഓക്കെ, അപ്പോൾ അതും വളരെ സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ആണ്. Okay, so the next question: each line of a three-phase system is suspended by a string of 3 similar insulators. If the voltage across the line unit is 17.5 kV, calculate the line to neutral voltage. Assume that the shunt capacitance between each insulator and earth is 1/8 of the capacitance of the insulator itself. Also find the string efficiency. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നിട്ടുള്ള ഡാറ്റയിലാണ് വോൾട്ടേജ് അക്രോസ് ദ ലൈൻ യൂണിറ്റ് ആണ്. ലൈൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പ് യൂണിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. സോ ലൈൻ യൂണിറ്റ് മീൻസ് ലൈൻ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പ് യൂണിറ്റ് ആണ്. സോ ലൈൻ യൂണിറ്റ് ടോപ്പ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് തന്നിട്ടുള്ളത്? സോറി, ലൈൻ യൂണിറ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അക്രോസ് ലൈൻ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ടോപ്പ് യൂണിറ്റ് അല്ല, ബോട്ടം യൂണിറ്റ് ആണ്. ലൈനിനോട് അടുത്തിട്ടുള്ള യൂണിറ്റ് ബോട്ടം മോസ്റ്റ് യൂണിറ്റ്, ബോട്ടം യൂണിറ്റ്. ഓക്കെ, ഇപ്പോൾ തന്നിട്ടുള്ള അതിന് അക്രോസിലുള്ള വോൾട്ടേജ് ആണ്. സോ V3 ആണ് തന്നിട്ടുള്ളത്. എന്ത്? 17.5 kV എന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത് V3 ആണ്. അപ്പോൾ അത് തന്നിട്ടുണ്ട്. ഇനി അത് വെച്ചിട്ട് വേണം ബാക്കിയെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ. പിന്നെ നമുക്കിവിടെ K തന്നിട്ടുണ്ട്. എന്താ K എന്ന് പറയുന്നത്? ആ റിലേഷൻ തന്നിട്ട് 1/8 ആണുള്ളത്. സോ K ഈസ് ഈക്വൽ ടു 1/8 ആണ്, അതായത് 0.125. ഇതാണ് തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് ഇനി ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് ജസ്റ്റ് സെയിം ഡയഗ്രാം തന്നെയാണ് വരിക, സെയിം കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് എന്ത് അപ്ലൈ ചെയ്താൽ മാത്രം മതി? ജസ്റ്റ് ജംഗ്ഷനുകളിൽ KCL. സോ KCL അറ്റ് A അപ്ലൈ ചെയ്യുക. സെയിം ഇത് തന്നെയാണ് വീണ്ടും എഴുതേണ്ടത്. അപ്പോൾ ഞാൻ അത് മുഴുവൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എഴുതുന്നില്ല. നമുക്ക് അവസാനം വരുന്ന കാര്യം മാത്രം എഴുതിയാൽ മതിയല്ലോ. സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് കിട്ടുക V2 ഈക്വൽ ടു V1 ഇൻറ്റു 1 പ്ലസ് K. അതാണ് കിട്ടുക. ഓർ ഈസ് ഈക്വൽ ടു 1.125 V1 എന്ന് കിട്ടും. അതാണ് ഫസ്റ്റത്തെ ഇത് വരിക. അതേപോലെ നമുക്ക് KCL അറ്റ് B ചെയ്യേണ്ടി വരും. സോ KCL അറ്റ് B ചെയ്താലും അത് ഞാൻ ഫൈനലി എഴുതുന്നുള്ളൂ. അതായത് അവിടെ നമുക്ക് വരാൻ പോകുന്നത് I3 ഈക്വൽ ടു I2 പ്ലസ് I2 എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ V3ക്കുള്ള റിലേഷനാണ് കിട്ടുക. V3 ഈസ് ഈക്വൽ ടു എന്ത് വരും? V2 പ്ലസ് V1 പ്ലസ് V2 ഇൻറ്റു K. മുന്നത്തെ എക്സാമ്പിളുകൾ ചെയ്താർന്ന അതേ കാര്യം തന്നെയാണ്. വിച്ച് വിൽ ബി ഈസ് ഈക്വൽ ടു 1.39
V1 എന്നുള്ള രീതിയിലാണ് വരിക. ഇത് നമുക്കറിയാം ഈക്വൽ ടു എന്താന്നുള്ളത് എത്രയാ 17.5 ആണെന്നുള്ളത്. സോ 17.5 ഈക്വൽ ടു ആണ് 1.39 V1 എന്ന് പറഞ്ഞ് കിടക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്തിൻ്റെ വാല്യൂ കിട്ടും? V1ന്റെ വാല്യൂ കിട്ടും. സോ therefore V1 is equal to 12.59 kV എന്നുള്ളത് കിട്ടും. സോ V1ന്റെ വാല്യൂ കിട്ടി. ഇപ്പോൾ V1ന്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്തും കണ്ടുപിടിക്കാം, V2 കാണാം. ഓക്കെ, സോ V2 is equal to 1.125 V1 ആണല്ലോ. സോ അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 1.125 ഇൻറ്റു V1 നമുക്ക് കിട്ടിയിട്ടുള്ളത് 12.59 ആണ്. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 14.16 kV എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമുക്ക് സ്ട്രിങ് എഫിഷ്യൻസി ആണ് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? നമുക്ക് ടോട്ടൽ വോൾട്ടേജ് കിട്ടണം. സോ therefore വോൾട്ടേജ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് എർത്ത് അല്ലേ, വോൾട്ടേജ് ബിറ്റ്വീൻ ലൈൻ ആൻഡ് എർത്ത്, അതായത് ലൈൻ ടു ന്യൂട്രൽ എന്നുള്ള ഉദ്ദേശം നമ്മൾ ക്യാപിറ്റൽ വി എന്നാണ് ഉപയോഗിക്കുന്നത്. അത് ഈക്വൽ ടു എന്താ? V1 പ്ലസ് V2 പ്ലസ് V3 എല്ലാം കൂടി സം ചെയ്യുക. 12.59 പ്ലസ് 14.16 പ്ലസ് 17.5 which will be equal to 44.25 kV എന്ന് വരും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി എന്ത് വേണം? സ്ട്രിങ് എഫിഷ്യൻസി കാണാൻ വേണ്ടുള്ളൂ. അപ്പോൾ അതിന് ജസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സ്ട്രിങ് എഫിഷ്യൻസി ഈക്വൽ ടു എന്താ? V ഡിവൈഡഡ് ബൈ 3V3 ആണ്. സോ V എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് 44.25 ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു V3യുടെ വാല്യൂ കിട്ടിയിട്ടുള്ള എത്രയാണ്? V3 ഈസ് ഈക്വൽ ടു 17.5 ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നതാണ്. ഇൻറ്റു 100 അത് ചെയ്ത് കഴിഞ്ഞാലാണ് എന്ത് വരിക? പെർസെൻറ്റേജിൽ വരിക. സോ ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെർസെൻറ്റേജ് സ്ട്രിങ് എഫിഷ്യൻസിയാണ് കിട്ടുക. ഈക്വൽ ടു 84.28% കിട്ടും. അപ്പോൾ അതും വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the three bus bar conductors in an outdoor substation are supported by units of post type insulators. Each unit consists of a stack of 3 pin type insulators fixed on the top of the voltage across the lowest insulator is 13.1 kV and that across the next unit is 11 kV. Find the bus bar voltage of the station. Question സെയിം തന്നെയാണ്, ജസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഒരു ബസ് ബാർ കണ്ടക്ടർ ഇൻ ആൻ ഔട്ട്ഡോർ സബ്സ്റ്റേഷൻ സപ്പോർട്ടഡ് ബൈ യൂണിറ്റ് ഓഫ് പോസ്റ്റ് ടൈപ്പ് ഇൻസുലേറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് 3 ഇൻസുലേറ്റേഴ്സ് താഴേക്ക് തൂക്കിയിട്ടിരിക്കുന്നു. അതിലെ വോൾട്ടേജുകൾ തന്നിട്ടുണ്ട്. വോൾട്ടേജ് അക്രോസ് ലോവസ്റ്റ് ഇൻസുലേറ്റർ അതായത് V3 തന്നിട്ടുണ്ട്. എത്രയാ? 13.1 kV എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അതേപോലെ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാ? V2. നെക്സ്റ്റ് ഇതിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 11 kV. ഇത് രണ്ടും തന്നിട്ടുണ്ട്. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ ബസ് ബാർ വോൾട്ടേജ് ആണ്. ബസ് ബാർ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ വോൾട്ടേജ് ആണ് ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ VL എന്ന് പറഞ്ഞാൽ എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്? VL എന്ന് പറഞ്ഞാൽ നമുക്കറിയാം √3 V ആണ്. അപ്പോൾ ആദ്യം V കണ്ടുപിടിക്കണം, അതാണ് ഇവിടുത്തെ ആവശ്യം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് സെയിം കാര്യം തന്നെയാണ്. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ഉപയോഗിക്കേണ്ടി വരിക KCLകളാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ വീണ്ടും KCLും കാര്യങ്ങളൊന്നും എഴുതുന്നില്ല, ഡയറക്റ്റ് ആ റിലേഷൻസ് മാത്രമേ എഴുതും. നമുക്ക് കിട്ടിയിട്ടുള്ളത് V2 ഈക്വൽ ടു V1 ഇൻറ്റു 1 + K, അതായത് ജംഗ്ഷൻ എയിൽ അപ്ലൈ ചെയ്താൽ കിട്ടുന്ന റിലേഷനാണ്. അല്ലെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് എന്ത് എഴുതാം? ഓർ V1 ഈസ് ഈക്വൽ ടു V2 ഡിവൈഡഡ് ബൈ 1 + K എന്നുള്ള രീതിയിൽ എഴുതാം. അതൊന്ന്. പിന്നെ നമുക്കറിയുന്നത് രണ്ടാമത്തെ, അതായത് ജംഗ്ഷൻ ബിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിലേഷൻ ആണ് V3 ആണ് കിട്ടിയായിരുന്നത്. V3 ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? V2 + V1 + V2 ഇൻറ്റു K. ഇതാണ് കിട്ടിയായിരുന്ന അടുത്ത ഒരു റിലേഷൻ. ഇതിൽ നമ്മൾ ആ V1 പകരം എന്ത് കൊടുക്കുക? മേലത്തെ V2ൻ്റെ റിലേഷൻ ഇവിടെ ഇട്ട് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? V3 ഈസ് ഈക്വൽ ടു V2 പ്ലസ് V1 പകരമാണ് കൊടുക്കുന്നത് എന്ത്? V2 ഡിവൈഡഡ് ബൈ 1 + K പ്ലസ് V2 ഇൻറ്റു K. ഓക്കെ, അല്ലെങ്കിൽ ഇതിനെ LCM എടുത്തൊന്നും ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് വരും? V3 ഇൻറ്റു 1 + K ആണ് അവിടെ LCM വരിക, ഈസ് ഈക്വൽ ടു V2 ഇൻറ്റു 1 + K പ്ലസ് ഇതിൻ്റെ ഉള്ളിൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ വരാൻ പോകുന്നത് എന്തൊക്കെയാണ്? ഒരു V2 ഇൻറ്റു 1 + K ഇൻറ്റു K എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ ഇതാണ്
നമുക്ക് കിട്ടുക. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് V2 ഇൻറ്റു എന്ത് വരും 1 പ്ലസ് 3k പ്ലസ് k സ്ക്വയർ. അതാണ് അവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്ന കാര്യം. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഉള്ളത് V3 ഇൻറ്റു 1 പ്ലസ് k ആണ്. അപ്പോൾ ഈ V3 എന്ന് പറയുന്നത് നമുക്ക് അറിയാം എന്താ 13.1 kV ആണ്. സോ 13.1 ഇൻറ്റു എന്താ 1 പ്ലസ് k ഈസ് ഈക്വൽ ടു നമുക്ക് V2 അറിയാം 11 ഇൻറ്റു 1 പ്ലസ് 3k പ്ലസ് k സ്ക്വയർ. ഓക്കെ, ഇതാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ ഇതിനെയും വീണ്ടും എന്ത് ചെയ്യാം, ഇതിപ്പോൾ എന്താ കെയുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെയാണ്. അപ്പോൾ അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് ഇപ്പുറത്ത് മൾട്ടിപ്ലൈ ചെയ്യുക, അതേപോലെ കെ ടേമുകളും കോൺസ്റ്റന്റ് ടേമുകളും ഒക്കെ ഒന്ന് കമ്പൈൻ ചെയ്ത് ഒരു സൈഡിലേക്ക് റൈറ്റ് സൈഡിലോട്ട് ആക്കി കഴിഞ്ഞാൽ നമുക്കിത് കിട്ടാൻ പോകുന്ന ഇക്വേഷൻ 11k സ്ക്വയർ പ്ലസ് 19.9k മൈനസ് 2.1 ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ റൂട്ട്സ് എടുക്കുക, അത്രേ ഉള്ളൂ. സോൾവിങ് വിൽ ഗെറ്റ് k ഈസ് ഈക്വൽ ടു 0.1. അപ്പോൾ കെയുടെ വാല്യൂ നമുക്ക് അവിടുന്ന് 0.1 കിട്ടി. അപ്പോൾ പിന്നെ V1 ഈക്വൽ ടു എന്താ, ജസ്റ്റ് നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ V1 ഈക്വൽ ടു V2 ഡിവൈഡ് ബൈ 1 പ്ലസ് k. ഓക്കെ, 11 ഡിവൈഡ് ബൈ 1 പ്ലസ് 0.1 വിച്ച് വിൽ ബി 10 kV. ഇപ്പോൾ V1ൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ ദർഫോർ നമുക്ക് V എഴുതാലോ. V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. V2 V3 ഓൾറെഡി ക്വസ്റ്റനിൽ തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 10 പ്ലസ് 11 പ്ലസ് 13.1 വിച്ച് വിൽ ബി ഈക്വൽ ടു 34.1 kV. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് എന്താ, ലൈൻ വോൾട്ടേജ് ആണ് വേണ്ടത്. ദർഫോർ വോൾട്ടേജ് ബിറ്റ്വീൻ ബസ് ബാർ, വോൾട്ടേജ് ദർഫോർ voltage between bus bars is equal to root 3 V. This is substitute ചെയ്ത് നമുക്ക് 59 kV എന്ന് പറഞ്ഞിട്ട് കിട്ടും. Okay. Next question. An insulator string consists of 3 units, each having a safe working voltage of 15 kV. The ratio of self capacitance to shunt capacitance of each unit is 8:1. Find the maximum safe working voltage of the string. Also find the string efficiency. Okay, ക്വസ്റ്റ്യൻ ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതായത് ഇവിടെ തന്നിട്ടുള്ളത് സേഫ് വർക്കിംഗ് വോൾട്ടേജ് ഓഫ് 15 വോൾട്ട് ആണ്. സേഫ് വർക്കിംഗ് വോൾട്ടേജ്, അതായത് ഓരോ ഡിസ്കിൻ്റെയും സേഫ് ആയിട്ടുള്ള വർക്കിംഗ് വോൾട്ടേജ് ആണ് തന്നിട്ടുള്ളത് 15 kV. സോ ഈ സേഫ് വർക്കിംഗ് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ മാക്സിമം വോൾട്ടേജ് ആണ്. ആ മാക്സിമം വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് എവിടെയായിരിക്കും, ഏറ്റവും താഴത്തെ ഇതിലായിരിക്കും. അതായത് V3 ആണ് നമുക്കിവിടെ എന്തെടുക്കാൻ പറ്റുക, 15 kV മാക്സിമം വോൾട്ടേജ് എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റും. പിന്നെ അവിടെ K തന്നിട്ടുണ്ട് എന്താ 8:1, അതായത് സെൽഫ് ഈസ് ടു ഷണ്ട് ആണ്. അപ്പോൾ അതായത് 1/8 0.125 ആണ് K തന്നിട്ടുള്ളത്. പിന്നെ ബാക്കി സെയിം തന്നെയാണ്. KCL അപ്ലൈ ചെയ്യാന്നുള്ളത് മാത്രമാണ്, ഞാൻ അത് അപ്ലൈ ചെയ്യുന്നില്ല, ഇക്വേഷൻ മാത്രമേ എഴുതുന്നുള്ളൂ. V2 ഈസ് ഈക്വൽ ടു V1 ഇൻറ്റു 1 പ്ലസ് K, or V1 is equal to V2 divided by 1 plus K. ഇതിലിപ്പോൾ Kയുടെ വാല്യൂ അറിയാമെന്നുള്ളതുകൊണ്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, ഈക്വൽ ടു 0.89 V2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് അറിയാം V3 is equal to V2 plus V1 plus V2 ഇൻറ്റു ഇത് 3യുടെ ആയതുകൊണ്ടാണ് എഴുതുന്നത്. എല്ലാ കേസും നമുക്ക് KCL എഴുതിയിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും എളുപ്പം. V2 പ്ലസ് 0.89 V2 ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, പ്ലസ് V2 ഇൻറ്റു പുറത്ത് ഒരു K എടുക്കുന്നുണ്ട് 0.125. ഓക്കെ, എല്ലാ കേസിനും 3യുടെ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻസ് ജസ്റ്റ് ഉപയോഗിച്ചാൽ മതി. അല്ല വേറെ കേസ് ആണെങ്കിൽ ജസ്റ്റ് കണ്ടുപിടിക്കേണ്ടി വരും, ഇക്വേഷൻ എഴുതി ചെയ്യേണ്ടി വരും മാത്രം. എന്താ KCL 0.236 V2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, ഇപ്പോൾ V1 in terms of V2, V3 in terms of V2 കിട്ടിയിട്ടുണ്ട്. സോ ദർഫോർ മിഡിൽ യൂണിറ്റിന് അക്രോസുള്ള വോൾട്ടേജ് നമുക്ക് എവിടെ നിന്ന് കിട്ടും, V3യുടെ വാല്യൂ നമുക്ക് അറിയാം. ഓക്കെ, സോ V3യുടെ വാല്യൂ അറിയാം, ഈക്വൽ ടു എത്രയാണ്, 15 kV മാക്സിമം ആയിട്ട് എടുക്കാം. അപ്പോൾ ദർഫോർ V2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, V2 ഈസ് ഈക്വൽ ടു 12.13 kV എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, സോ V2 കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഈ ഇക്വേഷൻസിൽ റീഅറേഞ്ച് ചെയ്താലാണ് അറിയാത്ത വെച്ചാൽ അത് കണ്ടുപിടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. V1 ഈക്വൽ ടു എന്താ വരിക, 0.89 V2 ആണ്. അപ്പോൾ കിട്ടിയ V2 അവിടെ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 10.79 kV. അപ്പോൾ അത് കിട്ടി. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് വോൾട്ടേജ് അക്രോസ് ദ സ്ട്രിങ് കാണാം. V is equal to എന്താ V1 plus V2 plus V3. എല്ലാ വാല്യൂസും കൈകൊണ്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 37.92 kV എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ ചോദിച്ചിട്ടുള്ളത് എന്തൊക്കെയാണ്? ഒന്ന് സേഫ് ഫൈൻഡ് ദ മാക്സിമം സേഫ് വർക്കിംഗ് വോൾട്ടേജ്, അതാണ് ഈ കാണുന്നത്. ടോട്ടൽ മാക്സിമം സേഫ് വർക്കിംഗ് വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ് ആണ്. പിന്നെ സ്ട്രിങ് എഫിഷ്യൻസി എന്ന് കാണാൻ പറഞ്ഞിട്ടുള്ളത്. സോ പെർസെൻറ്റേജ് സ്ട്രിങ് എഫിഷ്യൻസി is equal to ഇവിടുത്തെ V divided by 3 into V3 into 100 വരും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ 37.92 ഇപ്പോൾ നമുക്ക് കിട്ടിയ ടോട്ടൽ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ 3 into V3 നമുക്കറിയാം മാക്സിമം 15 into 100. ഓക്കെ, സോ ദിസ് വിൽ ബി ഈക്വൽ ടു 84.26%. ഇത്രയാണ് അതിൽ ചെയ്യാനുള്ളൂ. The next question, a string of 4 insulators has a self-capacitance equals to 10 times the pin-to-earth capacitance. Find voltage distribution across various units expressed as percentage of the total voltage across the string and string efficiency. ഇപ്പോൾ ഇവിടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഇൻസുലേറ്റേഴ്സ് ആണ് നോർമൽ നമ്മൾ പറഞ്ഞാൽ 3ൽ നിന്ന് വ്യത്യാസം 4 ഇതാണ്. പിന്നെ തന്നിട്ടുണ്ട് കെയുടെ വാല്യൂ 1/10 തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വോൾട്ടേജ് ഡിസ്ട്രിബ്യൂഷൻ അക്രോസ് വാരിയസ് യൂണിറ്റ് എക്സ്പ്രസ്ഡ് ആസ് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ വോൾട്ടേജ് അക്രോസ് ദ സ്ട്രിങ്. അതായത് വിയുടെ പെർസെൻറ്റേജ് ആയിട്ട് പറഞ്ഞാൽ മതി, എക്സാക്ട് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഒരു വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം തന്നിട്ടില്ല. പിന്നെ സ്ട്രിങ് എഫിഷ്യൻസി കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഇൻ ടേംസ് ഓഫ് വി എന്നുള്ള രീതിയിൽ വേണം നമ്മളിവിടെ എല്ലാം ചെയ്യാൻ. അപ്പോൾ എന്തെങ്കിലും ഒരു അസംഷൻ എടുത്തിട്ട് വേണ്ടി വരും ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിൽ അസംഷൻ എടുത്തിട്ട് വേണം എല്ലാം ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമുക്ക് 3ലും കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന മെത്തേഡ് തന്നെയാണ് എളുപ്പം. 3നും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി ഷണ്ട് കപ്പാസിറ്റൻസ് നമുക്കറിയാം C1ഉം മറ്റേത് C ആണ് എടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C/C1 ആണ്. C/C1 നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? K എന്ന് വിളിക്കുന്നത് അല്ലേ? C/C1 K ആണ്. അപ്പോൾ ഈ കേസിൽ അത് 10 ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്യാണ് ജസ്റ്റ് ഇത് C/C1 ഇതാണെങ്കിൽ അതേപോലെ തന്നെ ഇത് ഈക്വൽ ടു എന്ത് തന്നെയായിരിക്കും? നമുക്ക് XC/XC1 എടുത്തു കഴിഞ്ഞാലും സെയിം തന്നെയാണല്ലോ വരിക കപ്പാസിറ്റർ റിയാക്ടൻസ്. ആ ഒരു ഓക്കെ, അതായത് C/C1 എന്ന് പറഞ്ഞാൽ K ആണ്. അതിപ്പോൾ 10 തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് C/C1 എന്ന് പറയുന്ന റേഷ്യോ നേരെ തിരിച്ചു വരും ഏതെടുക്കുമ്പോൾ റിയാക്ടൻസ്, കപ്പാസിറ്റർ റിയാക്ടൻസ് ആയിട്ട് എടുക്കാൻ പോകും. അതായത് XC1/XC എന്നുള്ള രീതിയിൽ വരും. അതായത് ഇപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് എന്ത് XC ഈസ് ഈക്വൽ ടു ഇപ്പോൾ 1 ohm എന്നുള്ള രീതിയിൽ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ XC1 ഈക്വൽ ടു എന്ത് കിട്ടും? 10 ohm. സോ ജസ്റ്റ് ആ റേഷ്യോ ഉണ്ടെങ്കിൽ C/C1 ആണ് നമ്മുടെ കയ്യിലുള്ള K എങ്കിൽ അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കും ഇതിൻ്റെ ടേംസിൽ വരുമ്പോൾ റിയാക്ടൻസിൻ്റെ ടേമിൽ. കാരണം 1/ωc ആണല്ലോ XC എന്ന് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ആ റേഷ്യോ അങ്ങോട്ടും മാറും. സോ C/C1 ഈക്വൽ ടു XC1/XC. ആ ഒരു ഉപയോഗിച്ചിട്ട് നമുക്ക് XCക്ക് 1 ohm അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ XC1 എന്തെടുക്കാം? 10 എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺസെപ്റ്റിൻ്റെ ബേസിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ സപ്പോസ് നമ്മൾ XC ഈക്വൽ ടു 1 എടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ XC1 ഈസ് ഈക്വൽ ടു 1 ohm. അത് പ്രകാരം നമുക്ക് XC1 ഈസ് ഈക്വൽ ടു 10 ohm. ഇതാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ രീതിക്കാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റേഷ്യോ ഓഫ് ഓൾറെഡി അറിയാം C/C1 എന്ന് പറയുന്നത് K, അത് 10 ആണ്. അപ്പോൾ നമുക്കതിൻ്റെ ഫിഗറും കൂടി ജസ്റ്റ് കാണിക്കാം. ഈ രീതിക്കാണ് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഇതൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ വാല്യൂസ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത് XCകളാണല്ലോ. XCകൾക്ക് വരും 1 ohm 1 ohm 1 ohm 1 ohm എന്ന് വരും. XC1 എന്ന് പറയുന്നത് 10 ohm 10 ohm 10 ohm എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫിഗർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അക്രോസ് ഉള്ള വോൾട്ടേജ്, സപ്പോസ് ദ പൊട്ടൻഷ്യൽ V അക്രോസ് ദ സ്ട്രിങ് ഈസ് സച്ച് ദാറ്റ് 1 ampere കറണ്ട് ഫ്ലോസ് ഇൻ ദ ടോപ്പ് ഇൻസുലേറ്റർ. അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്യാണ്, ഇത് നമ്മുടെ അസംഷൻ, എന്താ ടോപ്പ് ഇൻസുലേറ്ററിൽ 1 ampere കറണ്ടാണ് പോകുന്നത് നമ്മൾ അസ്യൂം ചെയ്യുക. ഇത് വെച്ചിട്ടാണ് അതായത് പറഞ്ഞു നേരത്തെ 4 അല്ലെങ്കിൽ അതിൻ്റെ മേലേക്ക് വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആദ്യം നമ്മൾ XC അസ്യൂം ചെയ്തിട്ട് XC1 കണ്ടുപിടിച്ചു എന്നുള്ള ഒരു കാര്യം. ഇപ്പോൾ ജസ്റ്റ് ആ വാല്യൂസ് അവിടെ എഴുതി വെച്ചു. ഏറ്റവും മേലത്തെ കറണ്ട്
1 ആംപിയർ എന്ന് എഴുതിയിരുന്നു. അത് അറിയാമെങ്കിൽ ഇനി നമുക്ക് താഴോട്ടുള്ള ഇത് ഓരോന്ന് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെ അക്രോസിലെ പൊട്ടൻഷ്യൽ കാണാമല്ലോ. പൊട്ടൻഷ്യൽ കാണാൻ വേണ്ടിയിട്ട് എന്താ പറഞ്ഞാൽ മതി, വോൾട്ടേജ് ഇൻറ്റു എന്നുള്ള രീതിയിൽ നമുക്ക് എന്താ പറയുക, റെസിസ്റ്റൻസ് അറിയാം. റെസിസ്റ്റൻസ് ഇൻറ്റു കറണ്ട് എന്നുള്ള രീതിയിൽ നമുക്കത് ചെയ്തു പോകാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടുത്തെ അസംഷൻ ഒന്ന് എഴുതാം, എന്നിട്ട് നമുക്ക് പോവാം. അതായത് സപ്പോസ് the potential V across the string is such that one ampere current flows in the top insulator. Okay. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? പൊട്ടൻഷ്യൽ അക്രോസ് ഈച്ച് ഇൻസുലേറ്റർ. potential across each insulator can be easily found. ഇനി വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഞാനിതിവിടെ ഈ ഫിഗറിൽ തന്നെ എഴുതിയിരിക്കുന്നതേ നിങ്ങൾ അങ്ങനെ എഴുതണ്ട, നമുക്ക് താഴേക്ക് എഴുതിയാൽ മതി. V1 ഈസ് ഈക്വൽ ടു എന്താ പറയുക, അടുത്ത റെസിസ്റ്റൻസ് അറിയാം നമുക്ക് 1 അല്ലേ, 1 ഓം ഇൻറ്റു അതിൽ കൂടുതലുള്ള കറണ്ട് നമുക്കറിയാം 1 ആംപിയർ. സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1 വോൾട്ട്. അപ്പോൾ അത് താഴെ അങ്ങനെ എഴുതി വെച്ചാൽ മതി, ഞാനിവിടെ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് V1 ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 ഈസ് ഈക്വൽ ടു 1 വോൾട്ട്. ആ രീതിക്ക് തന്നെ എഴുതി പോവാം. അതേപോലെ നമുക്ക് V2 വരും. V2 is equal to എന്താ വരിക? V2 is equal to 1 into 1 point. Okay. അപ്പോൾ നമുക്ക് V2 കിട്ടണമെങ്കിൽ എന്ത് വേണം? ഇതിൽ കൂടുതലുള്ള കറണ്ട് നമുക്ക് അറിയണം. ഈ കറണ്ട് എന്താണെന്നുള്ളത് അറിയണം. അപ്പോൾ ഈ കറണ്ട് അറിയണമെങ്കിൽ ഇപ്പോൾ നമുക്ക് അറിയുന്നത് ഈ 1 ആംപിയർ ആണെന്നറിയാം. അപ്പോൾ ഏത് കറണ്ട് അറിയണം? ഈ കറണ്ട് അറിയണം. ഇപ്പോൾ ഇത് I1 ആണെന്ന് വിചാരിക്കുക, ഇത് I2 ആണെങ്കിൽ I2 കിട്ടണമെങ്കിൽ ആദ്യം എന്ത് കിട്ടണം? I1 കിട്ടണം. അപ്പോൾ I1 എന്ന് പറഞ്ഞാൽ എന്താ? I1 എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഇതിനക്രോസിലെ വോൾട്ടേജ് നമുക്കറിയാം V1. ടോട്ടൽ വോൾട്ടേജ് അറിയാം, ഇത്ര 1 വോൾട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അതിലത്തെ റെസിസ്റ്റൻസ് അറിയാലോ 10 ഓം. അപ്പോൾ I1 എന്ന് പറഞ്ഞാൽ എന്ത് വരും? ജസ്റ്റ് ആ വോൾട്ടേജ് V1/10 എന്ന് വരും. V1/10 എന്ന് പറഞ്ഞാൽ 1/10 0.1 വരും അല്ലേ. അപ്പോൾ ഈ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമുക്ക്? 0.1 ആംപിയർ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ ഇവിടെ എന്താ പറയുക, 1 ആംപിയർ മേലേക്കും അങ്ങോട്ട് 0.1 ആണെങ്കിൽ എന്ത് വരും? 1.1 ആംപിയർ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എളുപ്പമായി. എന്താ 1 ഓം ആണ് റെസിസ്റ്റൻസ്. സോ 1 ഓം ഇൻറ്റു 1.1 ആംപിയർ വരും. സോ ദിസ് വിൽ ബി ഈക്വൽ ടു എന്താ 1.1 വോൾട്ട്. അപ്പോൾ അതും കിട്ടി അല്ലേ. ഇനി അടുത്ത V3 ആണ്. V3ക്ക് വരുമ്പോൾ വീണ്ടും ഇവിടെ എന്ത് വരും? ഈ ഒരു കറണ്ട് വരും, സ്മോൾ ലെറ്റർ I2 എന്ന് പറഞ്ഞിട്ടുള്ള കറണ്ട് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ ആ I2 കണ്ടുപിടിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ I3 എന്ന് പറഞ്ഞ് കിട്ടുള്ളൂ അല്ലേ. I3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഐറ്റിൻ്റെ ക്യാപിറ്റൽ ആയിട്ട്. അപ്പോൾ ഈ I2 കിട്ടുന്ന സമയത്ത് ഇവിടുത്തെ വോൾട്ടേജ് ടോട്ടൽ വോൾട്ടേജ് V1 + V2 / 10 എടുക്കേണ്ടി വരും. അതായത് 1 + 1.1 ആ രീതിയിൽ നമ്മളവിടെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ചെയ്ത് വന്നു കഴിഞ്ഞാൽ കറണ്ട് നമുക്കവിടെ കിട്ടുക 0.21 ആണ് കിട്ടുക. 0.21 വരും. അപ്പോൾ ഇത് മൊത്തം 1.31 വരും. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ V3 ഈസ് ഈക്വൽ ടു എന്ത് വരും? 1 ഓം ഇൻറ്റു 1.31 ആംപിയർ വരും. ഈസ് ഈക്വൽ ടു 1.31 വോൾട്ട് കിട്ടും. അത് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. അതേപോലെ V4 ഈസ് ഈക്വൽ ടു 1 ഓം ഇൻറ്റു 1.65 ആംപിയർ വരും. ദിസ് വിൽ ബി ഈക്വൽ ടു 1.65 വോൾട്ട്. ഇത് ഇവിടെ എഴുതണമെന്നില്ല, താഴേക്ക് എഴുതി പോയാൽ മതി. ഓക്കെ, ഇങ്ങനെയാണ് അത് കിട്ടുന്നത്. അപ്പോൾ അതാണ് അവസാനം ഈ ഫിഗറിൽ അത് വരച്ച് വെച്ചിരിക്കുകയാണ്. എല്ലാം കൂടിയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരച്ച് വെച്ചിട്ടുണ്ട് എല്ലാ കറണ്ടുകളും. ഇപ്പോൾ ജസ്റ്റ് അത്ര പ്രത്യേകിച്ചൊന്നുമില്ല. വോൾട്ടേജ് അറിഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് കണ്ടുപിടിക്കാം. കാരണം നമ്മൾ റെസിസ്റ്റൻസ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് 1 ആയിട്ട് അസ്യൂം ചെയ്ത് നമുക്ക്
10 എന്നുള്ള റിലേഷൻ ഓൾറെഡി കിട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ therefore നമുക്ക് എന്ത് എഴുതാം? വി ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് എഴുതാലോ. വി ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് V4 ഇസ് ഈക്വൽ ടു എന്ത് വരും? 1.65 സോറി ലാസ്റ്റത്തെ എൻ്റെ ആയിരുന്നു ഈക്വൽ ടു 5.06 വോൾട്ട് എന്ന് പറഞ്ഞിട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് അസംഷൻ്റെ ബേസിൽ ചെയ്തിട്ടുള്ളതാണ്. ഏറ്റവും മേലത്തെ യൂണിറ്റിലത്തെ കറണ്ട് 1 ആംപിയർ എന്നുള്ള ബേസിൽ നമ്മൾ ചെയ്ത് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് പേഴ്സൻറ്റേജ് ആയിട്ടാണ് നമുക്ക് എഴുതേണ്ടുള്ളത് അല്ലേ. സോ ഇപ്പോൾ ഓരോന്നിന് അക്രോസ് ഉള്ള പേഴ്സൻറ്റേജ് ആണ് എഴുതേണ്ടത്. വോൾട്ടേജ് അക്രോസ് ഈച്ച് യൂണിറ്റ് എക്സ്പ്രസ്ഡ് ആസ് പേഴ്സൻറ്റേജ് ഓഫ് വി. വോൾട്ടേജ് അക്രോസ് each unit expressed as percentage of V. കാരണം എന്താ വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ വോൾട്ടേജ് തന്നിട്ടില്ല. അപ്പോൾ തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യായിരുന്നു. ഇവിടെ ജസ്റ്റ് ഓരോന്നും ഡിവൈഡഡ് ബൈ ഈ ടോട്ടൽ വോൾട്ടേജ് എന്നുള്ള രീതിയിൽ ചെയ്താൽ മതി. ഇപ്പോൾ ജസ്റ്റ് ടോപ്പ് യൂണിറ്റ്, അതായത് ടോപ്പ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ V1 എന്ന് പറയുന്നത് ടോപ്പ് യൂണിറ്റിന് അക്രോസിലുള്ള വോൾട്ടേജ് നമുക്ക് 1 വോൾട്ടാണ് കിട്ടിയിട്ടുള്ളത്. അതായത് V1 ഡിവൈഡഡ് ബൈ V ഇൻറ്റു 100 അതാണ് ഉദ്ദേശിക്കുന്നത്. ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 5.06 ഇൻറ്റു 100 ഇത്രയും പെർസെൻറ്റേജ് വരും. 19.76% എന്നാണ് കിട്ടുക. ഇതേപോലെ നെക്സ്റ്റ് യൂണിറ്റ് സെക്കൻഡ് യൂണിറ്റ് വരുമ്പോൾ വോൾട്ടേജ് മാറിയിട്ട് എന്താവും? V2 ആവും ഡിവൈഡ് ബൈ V ഇൻറ്റു 100. V2 നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു? 1.1 വോൾട്ട് ആയിരുന്നു ഡിവൈഡ് ബൈ 5.06 ഇൻറ്റു 100. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 21.74% കിട്ടും. താഴോട്ട് പോകുന്നതോറും എന്ത് കൂടി വരും? പെർസെൻറ്റേജ് കൂടി വരും. അപ്പോൾ അതേപോലെ ഞാൻ ജസ്റ്റ് എഴുതുന്നത് മാത്രമേ ഉള്ളൂ, ഇനി കാൽക്കുലേഷൻ ഒന്നും ചെയ്യുന്നില്ല. സോ തേർഡ് യൂണിറ്റ് ഈക്വൽ ടു നമുക്ക് കിട്ടുക 25.9% കിട്ടും. അതേപോലെ ഫോർത്ത് യൂണിറ്റ് അല്ലെങ്കിൽ ബോട്ടം യൂണിറ്റ് അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 32.6% കിട്ടും. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. പിന്നെ ഇതിൽ ഒരെണ്ണം കൂടിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ? സ്ട്രിങ് എഫിഷ്യൻസിയാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടുന്ന് എഴുതാവുന്നേ ഉള്ളൂ. സ്ട്രിങ് എഫിഷ്യൻസി എന്ന് പറഞ്ഞ ഇവിടുത്തെ കേസിൽ എന്താ വരിക? V ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു V4 വരും ഇൻറ്റു 100 അത്രയും പെർസെൻറ്റേജ്. സോ പെർസെൻറ്റേജ് സ്ട്രിങ് എഫിഷ്യൻസി ആണ്. സോ ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 5.06 ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1.65 ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാകുന്നത്. 1.65 ഇൻറ്റു 100 ദിസ് വിൽ ബി 76.5%. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. Question നോക്കാം. A string of 5 insulators is connected across a 100 kV line. If the capacitance of each disk to earth is 0.1 of the capacitance of the insulator, calculate distribution of voltage on the insulator disk and string efficiency. അപ്പോൾ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ 4ലും മേലെയാണ് 5 ഉണ്ട്, 3ലും മേലെയാണ് 5 തന്നെ ഉണ്ട്. അപ്പോൾ അതേ മെത്തേഡ് തന്നെ ഇവിടെ ഉപയോഗിക്കുകയാണ് വേണ്ടുള്ളൂ. വേറെ പ്രത്യേകിച്ച് വലുതായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓൾറെഡി നമുക്ക് ഇതിൽ റേഷ്യോ തന്നിട്ടുണ്ട്. അതായത് K ഈസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്. K ഈക്വൽ ടു 0.1 ആണ് എന്നുള്ളത്. K ഈക്വൽ ടു 0.1. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്തായിരുന്ന പോലെ എന്താ അസ്യൂം ചെയ്യുന്നു? X ഈസ് ഈക്വൽ ടു 1 ഓം എന്ന് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് XC1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു എന്ത് കിട്ടും? 10 ഓം. ആ രീതിക്ക് എടുത്തിട്ട് ചെയ്യാം. അതേ കാര്യം തന്നെയാണുള്ളൂ. അപ്പോൾ പിന്നെ അസ്യൂം ചെയ്യുക എന്താ? ടോപ്പ് യൂണിറ്റിലത്തെ കറണ്ട് I1 ഈസ് ഈക്വൽ ടു 1 ആംപിയർ ആയിട്ട് എടുത്ത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡയഗ്രാം വരിക. ഓക്കെ, ഇതിൽ നമുക്ക് ഈ ഇവിടെ കറണ്ട് 1 ആംപിയർ എന്നുള്ള രീതിയിൽ എടുക്കുന്നു. ഇതിപ്പോൾ നമുക്കറിയാം 1 ആണെന്നറിയാം, 10 ആണെന്നറിയാം. അപ്പോൾ ആ ബേസിൽ നമുക്ക് ഈ കറണ്ട് കിട്ടും 0.1 അല്ലേ. കാരണം ഇവിടുത്തെ വോൾട്ടേജ് നമുക്ക് V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാൻ പോകുന്നത് 1 വോൾട്ട് ആണ്. 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 വോൾട്ട്. അതെപ്പോഴും ഈ XC എന്താണോ വാല്യൂ അതായിരിക്കും അവിടുത്തെ വോൾട്ടേജ്. കാരണം ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് 1 ആണല്ലോ. അപ്പോൾ XC എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും 1 തന്നെ എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് എപ്പോഴും ഈ V1 എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ട് 1 തന്നെ കിട്ടും, 1 വോൾട്ട് തന്നെ കിട്ടും. ഈ കറണ്ട് വരുന്നത് എന്തിനെ ബേസ് ചെയ്തിരിക്കും? ഈ എത്രയാണ് ഈ കെയുടെ വാല്യൂ അതിനനുസരിച്ച്, അല്ലെങ്കിൽ എത്ര ടൈംസ് ആണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്, XC1 എന്താണോ അതായിരിക്കും ഇവിടുത്തെ ആ രീതിയിലാണ് നമുക്ക് ഇവിടുത്തെ കറണ്ട് കിട്ടും. പിന്നെ അത് കിട്ടി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം താഴോട്ട് ജസ്റ്റ് കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സം എടുത്തിട്ട് പോയാൽ മാത്രം മതി. അപ്പോൾ ആ രീതിയിൽ അതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങളത് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഇതിൽ ഡിസ്കസ്